നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്കായിട്ട്. കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. ലവേഴ്സ്, വാവ്, പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് കപ്സ്, ഫോർ ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, ടെമ്പറൻസ്. ഫൈനലി നിങ്ങളുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ട് കാണുന്നു. കുറേ നാളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിൽ സ്നേഹം തന്നെയാണ് ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, അത്രയും അടുപ്പം അവർക്ക് തോന്നാറുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, മനസ്സ് നിറഞ്ഞു കവിഞ്ഞ് ഒരു സമയം കഴിയുമ്പോൾ പറയാതിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലേക്ക് എത്തിയതായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ടും കാണുന്നു. ഓക്കെ, പേജ് ഓഫ് കപ്സ് വെച്ച് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവിടെ കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ ഇന്ന് കണ്ട് സംസാരിച്ചതാവാം, ഓൺലൈൻ ചാറ്റ് ചെയ്തതാവാം, എന്ത് തന്നെയാലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ട് കണക്കാണ്. ഹാപ്പി കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ള കാർഡല്ല, തീർച്ചയായും കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാർഡ്സാണ് ഇന്ന് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ആകർഷണമുണ്ട്, സ്നേഹമുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ടും കാണുന്നു കേട്ടോ. പ്രപ്പോസൽ ഒന്നും ഇതുവരെയും പോസ്റ്റ്പോൺ ചെയ്തിരുന്നവരാണെങ്കിൽ ഒരു പ്രപ്പോസൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത റിലേഷൻ ആണെങ്കിൽ അതൊരു ന്യൂ പ്രപ്പോസലായിട്ട് കാണുന്നു. അല്ല, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ അതൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി ഒരു വിവാഹ ആലോചനയിൽ എത്തി നിൽക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും നടന്നിട്ടുണ്ട്. സ്പീഡ് കമ്മ്യൂണിക്കേഷനാണ്, സഡൻ കമ്മ്യൂണിക്കേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നും വന്നതായിട്ട്. എന്ത് തന്നെ ആയാലും ഒരു ഫാമിലിയുടെ സാന്നിധ്യം അവിടെ തീർച്ചയായും കാണുന്നുണ്ട്. ഇതൊന്നുകിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, നിങ്ങളിൽ ഒരാളുടെ പാരൻസ് ആയിരിക്കാം, അല്ല ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസ്, കുട്ടികൾ എന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായും അവിടെ കാണുന്നുണ്ട്. നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നതും ആവാം. ഓക്കെ, ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എന്താ പറയുക, നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് അവർക്കൊരു മാനസികമായിട്ടൊരു ബാലൻസ് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. ഒരു മനസ്സമാധാനം, നിങ്ങൾ അവർക്ക് സമാധാനം പ്രൊവൈഡ് ചെയ്യുന്നു എന്നവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, ടു ഓഫ് കപ്സ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തമ്മിൽ ഇന്ന് തമ്മിൽ സംസാരിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. മാരീഡ് പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഓക്കൽട്ട് റിലേറ്റഡ് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളായിരിക്കാം. അതേപോലെ വരുന്ന ഓക്കൽട്ട് റിലേറ്റഡ് പറഞ്ഞാൽ ടാരോ റീഡിങ്, ആസ്ട്രോളജി, ന്യൂമറോളജി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ടീച്ചറായിരിക്കാം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇടയിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസസ് ഉള്ളതായിട്ടും കാണുന്നു.